ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളയാളെ ഇല്ലാതെയാക്കിയാൽ ആ രാജ്യം തന്നെ തകരും. ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തെ അട്ടിമറിക്കും. സഖ്യങ്ങൾ തകർന്നടിയും. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധമുറിയിൽ തയ്യാറാക്കപ്പെട്ട തിരക്കഥ ഇങ്ങനെയായിരുന്നു. ആയത്തുള്ള അലി ഖാംനായി എന്ന പരമോന്നത നേതാവിനെ വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതാക്കുമ്പോൾ ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ അന്ത്യം കുറിക്കുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ 4 മാസങ്ങൾ പിന്നിടുമ്പോൾ ഖാംനായിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ തികച്ചും വിപരീതമായ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. വിശദമായി കാണാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ്. 2 കോടിയോളം മനുഷ്യരാണ് ഖാംനായിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മരിച്ചാൽ എത്രയും പെട്ടെന്ന് കബറടക്കണം എന്നാണ് ഇസ്ലാമിക നിയമം. പക്ഷേ യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്തെ മുഴുവൻ നേതൃത്വത്തിനും സുരക്ഷിതമായി പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ചടങ്ങുകൾ ഇത്രയും വൈകിയത്. ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനും നന്മയ്ക്കും വേണ്ടി തീരുമാനങ്ങളെടുക്കുന്ന മസ്ലഹത്തെ നിലാം എന്ന തത്വപ്രകാരമാണ് തങ്ങളുടെ പരമോന്നത നേതാവിന് ഉചിതമായ വിടവാങ്ങൽ നൽകാൻ ഇറാൻ ഭരണകൂടം സമയം കണ്ടെത്തിയത്. ഇതിനു പുറമെ ഷിയ വിശ്വാസപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട മുഹറം മാസത്തിലേക്ക് ചടങ്ങുകൾ മാറ്റിയതിലൂടെ കർബലയിലെ ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വവുമായി ഖാംനായിയുടെ മരണത്തെ വൈകാരികമായും ആത്മീയമായും ബന്ധിപ്പിക്കാനും ഇറാൻ നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം ആ രാജ്യത്തെ ആകെ തകർത്തുവെന്ന ശത്രുക്കളുടെ വാദങ്ങളെ നിഷ്പ്രഭമാക്കിയാണ് ഇറാൻ ഖാംനായിയുടെ സംസ്കാര ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. 30-ലധികം വരുന്ന രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളുടെ നയതന്ത്രജ്ഞർ എന്നിവർക്ക് ഒരേ സമയം അതിവിശിഷ്ടമായ സുരക്ഷയൊരുക്കാൻ ഇറാന് സാധിച്ചിരിക്കുന്നു. യുദ്ധത്തിലും തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് അവർ ലോകത്തിന് മുമ്പിൽ തെളിയിക്കുകയാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പലരും പറഞ്ഞ IRGCയുടെ കമാൻഡർ ഇൻ ചീഫ് അഹമ്മദ് വാഹിദിയും ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ വിഭാഗം തലവൻ മജീദ് മൂസവിയും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. കീഴടങ്ങാൻ ഇറാൻ ഒരുക്കമല്ല എന്ന് വാഹിദി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കറുത്ത വസ്ത്രങ്ങൾ, വിലാപഗീതങ്ങൾ, ഖുർആൻ പാരായണം, ചോരച്ചുവപ്പുള്ള പതാകകൾ എന്നിവ സമന്വയിപ്പിച്ച് വിലാപത്തെ ഒരു പ്രതിരോധ കലയാക്കി മാറ്റാൻ ഇറാനിയൻ ഭരണകൂടം ശ്രമിക്കുകയാണ്. രാജ്യത്തെ പരമാധികാരമുള്ള നേതാക്കളും സൈനിക മേധാവിമാരും ഒന്നിച്ചിരുന്ന് പരസ്യമായി കണ്ണീരൊഴുക്കുന്ന ദൃശ്യങ്ങളും സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ്. ഭരണകൂടത്തിൽ യാതൊരുവിധ ആഭ്യന്തര ഭിന്നതകൾ ഇല്ലെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ് എന്നും ഇവർ വ്യക്തമാക്കുന്നു. വളരെ ചിട്ടയോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാനിലെ തെഹ്റാൻ, ഖും എന്നിവയ്ക്ക് പുറമെ ഇറാഖിലെ പ്രധാന ഷിയ തീർത്ഥാടന കേന്ദ്രങ്ങളായ നജഫ്, കർബല എന്നിവിടങ്ങളിലൂടെയും കടന്നുപോകുന്ന അതിർത്തികൾ കടന്നുള്ള ഒരു വിലാപയാത്ര. ഖാംനായിയുടെ കൊലപാതകത്തിന് തൊട്ടുമുമ്പ് ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ട് നടന്ന വലിയ പ്രക്ഷോഭങ്ങളെ ദുർബലപ്പെടുത്താനും ജനങ്ങളെ ഭരണകൂടത്തിന് കീഴിൽ ഒന്നിച്ചു നിർത്താനും ഈ വിലാപയാത്രയിലൂടെ സാധിച്ചിരിക്കുന്നു. പുതിയ സുപ്രീം ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖാംനായിക്ക് വലിയൊരു ജനകീയ സ്വീകാര്യത നേടിക്കൊടുക്കാനും അധികാര കൈമാറ്റത്തിന് ജനകീയ അംഗീകാരം ഉറപ്പാക്കാനും ഈ ചടങ്ങ് ഇറാനെ സഹായിക്കുകയാണ്. കേവലമൊരു സംസ്കാരത്തിനപ്പുറം ഇറാൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, ആത്മീയ കരുത്തിൻ്റെ വലിയൊരു അടയാളമായി, പ്രഖ്യാപനമായി ഖാംനായിയുടെ വിലാപയാത്ര ലോകത്തിനു മുമ്പിൽ മാറിയിരിക്കുന്നു. ഖാംനായിയെ ഇല്ലാതാക്കി ഇറാനെ മുട്ടുകൊത്തിക്കാമെന്ന് കരുതിയവർക്ക് മുമ്പിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഇറാൻ്റെ ചിത്രമാണ് ഇന്ന് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്.